മൂന്ന് തരത്തിലുള്ള നിയമലംഘനമാണ് ഈ കമ്പനി നടത്തിയത്. നേരത്തെ തന്നെ കൃത്യമായി പറഞ്ഞതാണ്. ഒന്ന്, കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായി ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പഴയ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു അധിക ഭൂമി കണ്ടെത്തി സാധാരണക്കാരായ ആൾ കൊടുക്കുക എന്നുള്ളത്. EMSന്റെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നായിരുന്നു. അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഒയാസിസ് കമ്പനി 15 ഏക്കർ കൈവശം വെക്കാനുള്ള ഭൂപരിധിയിൽ നിന്നും വിട്ട് 25 ഏക്കർ ഭൂമി വാങ്ങിയത്. അത് വളരെ കൃത്യമായ ചട്ടലംഘനമാണ്. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ ലംഘനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കമ്പനിയാണ് ഒയാസിസ് എന്നുള്ളത് കേരള നിയമസഭയിൽ 3 MLA-മാർക്ക് കൊടുത്ത മറുപടിയോടുകൂടി വ്യക്തമായി കഴിഞ്ഞിരിക്കുക. രണ്ടാമത്, ഇവർ പറഞ്ഞതും CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞതും അവിടെ മഴ സംഭരണം ഇവിടെ ഈ പറയുന്ന നെൽവയലിൽ നടത്തുമെന്നാണ് പറഞ്ഞത്. ഒരു കാരണവശാലും നെൽവയലുകളിൽ മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കാൻ കഴിയില്ല. അത് പുരയിടങ്ങളിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ. അപ്പോൾ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ ബില്ലും ഈ ഗവൺമെന്റ് തത്വത്തിൽ അംഗീകാരം കൊടുക്കുന്നത് പരിശോധിച്ചില്ല. ആ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ ബില്ലും ഈ കമ്പനി അട്ടിമറിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു വളരെ ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത്, ഈ പറയുന്ന എലപ്പള്ളി വില്ലേജിലെ ഈ സർവേ നമ്പറിൽപ്പെട്ട ഭൂമികളിൽ മിക്കവാറും ഭൂമി പട്ടയ ഭൂമികളാണ്. ഈ പട്ടയ ഭൂമികൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പാലക്കാട് തഹസിൽദാർക്ക് വിവരാവകാശ നിയമം രേഖനുസരിച്ച് കൊടുത്തിരുന്നു. ഏറ്റവും രസകരവും ഭീകരവുമായ മറുപടി എന്ന് പറയുന്നത്, എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഒയാസിസ് കമ്പനി വാങ്ങിയ ഭൂമികളുടെ മുന്നാധാരങ്ങളോ പട്ടയങ്ങളോ ആധാര രേഖകളോ ഒന്നും തന്നെ കാണാനില്ല എന്ന ഗുരുതരമായ വിഷയമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുകയാണ്. ഒരു വില്ലേജ് ഓഫീസിൽ ഈ പറയുന്ന ഇത്രയും പ്രമാദമായ സർക്കാർ തത്വത്തിൽ അംഗീകാരം കൊടുത്തു എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി വാങ്ങിയ ഭൂമികൾ, ആ ഭൂമികളുടെ മുന്നാധാരങ്ങൾ കാണാനില്ല. ഇന്ന് എന്റെ കയ്യിലുള്ള വിവരാവകാശ രേഖയിൽ അവർ പറയുന്നത് ഈ കമ്പനി വാങ്ങിയ ഭൂമികളുടെ പട്ടയ രേഖകളോ ആധാരങ്ങളോ സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഇല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ആ പ്രദേശത്ത് നികുതി അടയ്ക്കുന്ന ഭൂമിയുടെ രേഖകളില്ലാതാകുന്നത്? ഈ കമ്പനി 2 വർഷം മുമ്പ് വാങ്ങിയ ഭൂമികൾ എങ്ങനെയാണ് പോക്കുവരവ് ഈ വില്ലേജ് ഓഫീസ് നടത്തിക്കൊടുത്തത്? ആധാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോക്കുവരവ് നടത്താൻ കഴിയും. അപ്പോൾ ആധാരങ്ങൾ പരിശോധിക്കും. ആ ആധാരങ്ങൾ പരിശോധിക്കുമ്പോൾ ആ പരിശോധിച്ച രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണണം. അതുപോലെ തന്നെ അവിടെ രജിസ്റ്റർ ഉണ്ട്. എലപ്പള്ളി വില്ലേജ് ഓഫീസിൽ ആ വില്ലേജ് ഓഫീസിൽ ഏതൊക്കെ ഭൂമികൾക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് എന്നൊരു രേഖ എവിടെ ഉണ്ടാവും? ആ രേഖകൾ ആ വില്ലേജ് ഓഫീസിൽ കാണാനില്ല എന്ന് പറഞ്ഞാൽ ഈ ഒയാസിസ് കമ്പനിക്ക് കൊടുത്ത ഭൂമികളിൽ ഭൂരിഭാഗം ഭൂമികൾ പട്ടയ ഭൂമികളാണ്. ആ പട്ടയ ഭൂമികളുടെ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിൽ ഒരു കാരണവശാലും ഇൻഡസ്ട്രി അനുവദനീയമല്ല പട്ടയ ഭൂമികളിൽ. അപ്പൊ അങ്ങനെ പട്ടയ ഭൂമികളിൽ അനുവദനീയമല്ലാത്ത ഒരു